ടോപ്പോഗ്രഫി ഓഫ് കേരളം, കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് കേട്ടോ. ആർ ഓൾ ദ റീജിയൻസ് ഇൻ കേരളം ദ സെയിം? അതായത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും ഒരുപോലെയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ആണോ? അല്ല കേട്ടോ. നോ. ദർ ആർ മെയിൻലി 3 നാച്ചുറൽ റീജിയൻസ് ഇൻ കേരളം. അതായത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രദേശങ്ങളാണ് കേട്ടോ കേരളത്തിലുള്ളത്. അത് ഏതൊക്കെയാന്ന് പറയുകയാണ്. ഹൈ റേഞ്ചസ്, അതായത് മലനാട്, ദെൻ മിഡ്ലാൻഡ്, ഇടനാട്, ദെൻ കോസ്റ്റൽ ഏരിയാസ്, എന്താണ് തീരപ്രദേശം കേട്ടോ. ഇനി അതെന്തൊക്കെയാന്ന് പറയുകയാണ്. ഹൈ റേഞ്ചസ് എന്താണ്, മിഡ്ലാൻഡ് എന്താണ്, കോസ്റ്റൽ ഏരിയാസ് എന്താന്ന് പറയുകയാണ് കേട്ടോ. ഏരിയാസ് അഡ്ജസൻറ്റ് ടു ദ സീ ക്യാൻ ബി കോൾഡ് കോസ്റ്റൽ ഏരിയാസ്. അതായത് കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ തീരപ്രദേശം എന്ന് പറയുന്നു, അതായത് കോസ്റ്റൽ ഏരിയാസ് എന്ന് പറയുന്നു. ആൻഡ് ദോസ് അഡ്ജസൻറ്റ് ടു ദ മൗണ്ടെയിൻസ് ക്യാൻ ബി കോൾഡ് ഹൈ റേഞ്ചസ്. അതായത് മലയോട് ചേർന്നുള്ള പ്രദേശത്തെ മലനാട് എന്ന് പറയുന്നു, അതായത് ഹൈ റേഞ്ചസ് എന്ന് പറയുന്നു. ദെൻ ദ ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം are called midlands. അതായത് ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ഹൈ റേഞ്ചസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് ആർ കോൾഡ് മിഡ്ലാൻഡ്സ്. ഹൈ റേഞ്ചസിനും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയാസിന് ഇടയിൽ കിടക്കുന്ന ഏരിയാസിന് എന്താ പറയുക? മിഡ്ലാൻഡ്സ് എന്ന് പറയുന്നു, അതായത് ഇടനാട് എന്ന് കേട്ടോ. വാട്ട് ഈസ് ദ കൾട്ടിവേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിലെ കൃഷി ഏതാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇൻ വിച്ച് റീജിയൻ സച്ച് എ കൾട്ടിവേഷൻ ഈസ് ഫൗണ്ട്? ഇത്തരം കൃഷി ഏത് പ്രദേശത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് കേട്ടോ. ഏത് കൃഷിയാണ്? ടീ പ്ലാന്റേഷൻ ആണ് അല്ലേ. ദെൻ ഏത് പ്രദേശങ്ങളിലാണ് ഇത്തരം കൃഷികൾ ഉണ്ടായിരിക്കുക? ഹൈ റേഞ്ചസിലാണ് കേട്ടോ. കോൾഡ് മൗണ്ടെയിൻ ഏരിയസിലാണ് ടീ പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടായിരിക്കുക കേട്ടോ. ആർ ദ സെയിം കൈൻഡ്സ് ഓഫ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് എവരിവർ? അതായത് എല്ലായിടത്തും ഒരേ തരം വിളകളായിരിക്കും കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ആയിരിക്കില്ല അല്ലേ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം. ദ സെയിം കൈൻഡ്സ് ഓഫ് ക്രോപ്സ് ആർ നോട്ട് കൾട്ടിവേറ്റഡ് എവരിവർ. ദ ക്രോപ്സ് വേരി ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ക്ലൈമറ്റ്, സോയിൽ എക്സെട്ര. അതായത് സോയിലിൻ്റെയും ക്ലൈമറ്റിൻ്റെയും നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ ക്രോപ്സ്, വിളകൾ കൃഷി ചെയ്യുന്നത് വ്യത്യാസമായിരിക്കും. വാട്ട് ഈസ് ദ ഓക്യുപ്പേഷൻ ഷോൺ ഇൻ ദ പിക്ചർ എന്നാണ് കേട്ടോ. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന തൊഴിൽ ഏതാണെന്നാണ്? ഫിഷിംഗ് ആണ് അല്ലേ, മത്സ്യബന്ധനാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ദ ഓക്യുപ്പേഷൻസ് in a particular area are connected to the characteristics of that area. ഒരു പ്രത്യേക പ്രദേശത്തെ തൊഴിലുകൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ സവിശേഷതകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ. അതായത് ഫിഷിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കോസ്റ്റൽ ഏരിയാസിൽ ഉണ്ടാവുന്നതാണ് അല്ലേ, കടൽ തീരങ്ങളിലാണ് അല്ലേ ഫിഷിംഗ് ഒക്കെ നടക്കുക. അതാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് ദ ഓക്യുപ്പേഷൻസ് ആർ ഫൗണ്ട് എവരിവർ. പക്ഷെ ചില ഓക്യുപ്പേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും. ടൈലറിംഗ് ബിസിനസ് നടത്തുക, അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും അല്ലേ. സം ഓഫ് ദം ഒക്കർ ഓൺലി ഇൻ ദ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയാസിൽ മാത്രമായിട്ട് ഉണ്ടാവുന്ന ചില ഓക്യുപ്പേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫിഷിംഗ് ഒക്കെ. ദെൻ സം അതർ ഓക്യുപ്പേഷൻസ് ഒക്കെ ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്. ചില ജോലികൾ എന്ന് പറഞ്ഞാൽ നാടുകളിലും ഇടനാടുകളിലും ഉണ്ടാവുന്ന ചില ഓക്യുപ്പേഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീ പ്ലാന്റേഷൻസ്, അതുപോലെ കോഫി പ്ലാന്റേഷൻ, അവിടെയൊക്കെ ചെയ്യുന്ന ജോലികൾ ഉണ്ടാവില്ലേ. ഇവിടെ കണ്ടോ നമ്മുടെ കേരളത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ്? ലോങ് സീഷോസ്, ലാർജ് ആൻഡ് സ്മോൾ റിവേഴ്സ്, പ്ലെന്റി ഓഫ് ബാക്ക് വാട്ടേഴ്സ്, വാസ്റ്റ് അഗ്രികൾച്ചർ ഫീൽഡ്സ്, വെറൈറ്റീസ് ഓഫ് ഫോറസ്റ്റ്, മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് മീഡോസ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ ലാൻഡ്? നീണ്ട കടൽ തീരം, ലോങ് സീഷോസ് എന്ന് പറഞ്ഞാൽ നീണ്ട കടൽ തീരം, ലാർജ് ആൻഡ് സ്മോൾ റിവേഴ്സ് വലുതും ചെറുതുമായ നദികൾ, പ്ലെന്റി ഓഫ് ബാക്ക് വാട്ടേഴ്സ് നിരവധി കായലുകൾ, വാസ്റ്റ് അഗ്രികൾച്ചർ ഫീൽഡ്സ് വിശാലമായ കൃഷിയിടങ്ങൾ, വെറൈറ്റീസ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരം കാടുകൾ, മൗണ്ടെയിൻ റേഞ്ചസ് മലനിരകൾ, മീഡോസ് പുൽമേടുകൾ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് അവർ ലാൻഡ്? എത്ര സുന്ദരമാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് ലെറ്റ്സ് അസസ് നോക്കാം കേട്ടോ. സർക്കിൾ ദ കറക്റ്റ് ചോയ്സ്. ശരിയായത് വട്ടത്തിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവർ നാഷണൽ അനിമൽ അറിയാലോ, ടൈഗർ അല്ലേ. ടൈഗറിന് സർക്കിൾ ചെയ്യുക. ദ കളർ വിച്ച് ഈസ് യൂസ് ടു ഡിനോട്ട് ദ സീ ഓൺ ദ ഗ്ലോബ്. അതായത് ഗ്ലോബില് കടൽ ഭാഗം കാണിച്ചിരിക്കുന്നത് ഏത് കളർ ഉപയോഗിച്ചാണ്? ബ്ലൂ കളർ ആണല്ലേ. സർക്കിൾ ചെയ്യുക. ദ റീജിയൻ വിച്ച് ഈസ് ക്ലോസ് ടു ദ സീ. അതായത് കടലിനോട് ചേർന്നുള്ള പ്രദേശത്തെ നമ്മൾ എന്താ പറയുക? ഹൈലാൻഡ് ആണോ, മിഡ്ലാൻഡ് ആണോ, കോസ്റ്റൽ ഏരിയാസ് ആണോ? കോസ്റ്റൽ ഏരിയ അല്ലേ. സർക്കിൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക. ട്രൂ ഓർ ഫോൾസ് ആണ്. ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. എന്താണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരിയാണല്ലേ. കറക്റ്റ് അല്ലേ? ട്രൂ ആണ്. ടിക്ക് ഇടുക കേട്ടോ. ദ സ്കൈ എക്സിസ്റ്റ് ഓൺലി എബവ് അവർ ഹെഡ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമേ ആകാശമുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അല്ലല്ലോ, ഓൾ ഡയറക്ഷനിലുണ്ട് അല്ലേ. അപ്പോൾ അത് ഫോൾസ് അല്ലേ. ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ദ സൺ ആൻഡ് ദ മൂൺ ആർ ഓഫ് ദ സെയിം സൈസ്. സണ്ണും മൂണും ഒരേ സൈസ് ആണോ? അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അല്ലല്ലോ. അല്ല. ക്രോസ് മാർക്ക് ഇടുക. ദ സീ ഈസ് മോർ ദാൻ ട്വൈസ് ദ ലാൻഡ് ഏരിയ ഓൺ എർത്ത്. അതായത്
ഭൂമിയിലെ കരഭാഗത്തെക്കാട്ടിലും ഇരട്ടിയിലധികം കടലുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ആണ് അല്ലേ? ടിക്ക് ഇടുക. ദ സൺ റിവോൾവ്സ് എറൗണ്ട് ദ എർത്ത്, അതായത് ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്നാണ്. അത് തെറ്റാണ് അല്ലേ? ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് കേട്ടോ. വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ആൾസോ നൈറ്റ് ഇൻ അമേരിക്ക, അതായത് ഇന്ത്യയിൽ രാത്രി ആയിരിക്കുമ്പോൾ അമേരിക്കയിലും രാത്രി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ അത്? ക്രോസ് മാർക്ക് ഇടുക കേട്ടോ. നെക്സ്റ്റ്, എക്സാമിൻ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളം ഓൺ ദ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ കോളംസ്. കേരളത്തിന്റെ മാപ്പ് പരിശോധിച്ചിട്ട് ഇവിടെ ചോട്ടിലെ കളങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വിത്ത് കോസ്റ്റൽ ഏരിയാസ്, ഷെയറിംഗ് ദ ബോർഡർ വിത്ത് തമിഴ്നാടു, ഷെയറിംഗ് ദ ബോർഡർ വിത്ത് കർണാടക, വിത്തൗട്ട് സീ കോസ്റ്റ് ആൻഡ് നോട്ട് ഷെയറിംഗ് ദ ബോർഡേഴ്സ് വിത്ത് അതർ സ്റ്റേറ്റ്സ്. കേരളത്തിന്റെ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. വിത്ത് കോസ്റ്റൽ ഏരിയാസ്, അതായത് കടൽ തീരമുള്ളവ ഏതൊക്കെയാണ്? അത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. അടുത്തത് ഷെയറിംഗ് ദ ബോർഡർ വിത്ത് തമിഴ്നാടു, തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്നവ കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്. അപ്പൊ ഇത്രയും ജില്ലകളാണ് തമിഴ്നാട് സ്റ്റേറ്റിന്റെ അതിർത്തി പങ്കിടുന്നവ കേട്ടോ. നെക്സ്റ്റ്, ഷെയറിംഗ് ദ ബോർഡർ വിത്ത് കർണാടക. കർണാടക സ്റ്റേറ്റിന്റെ അതിർത്തി പങ്കിടുന്ന ജില്ലകളാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ അത് നോക്കുക കേട്ടോ, മാപ്പ് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, വിത്തൗട്ട് സീ കോസ്റ്റ് ആൻഡ് നോട്ട് ഷെയറിംഗ് ദ ബോർഡേഴ്സ് വിത്ത് അതർ സ്റ്റേറ്റ്, അതായത് കടൽ തീരം ഇല്ലാത്തതും അയൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്തതുമായ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കോട്ടയം മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, കളർ ദ ബോക്സസ് ഗിവൺ എഗെയിൻസ്റ്റ് വേരിയസ് ഒക്യുപ്പേഷൻസ് അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേഷൻസ് ഗിവൺ ബിലോ. നമുക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന കുറേ ഒക്യുപ്പേഷൻസ് കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്ന സൂചന അനുസരിച്ചിട്ട് നിറം നൽകാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഒക്കെയാണ് ഇൻഡിക്കേഷൻസ് നോക്കാം. ഓൺലി ഇൻ കോസ്റ്റൽ ഏരിയാസിന് ബ്ലൂ കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് തീരപ്രദേശത്ത് മാത്രം കാണുന്ന ജോലി ഒക്യുപ്പേഷന് ബ്ലൂ കളർ കൊടുക്കുക. ദെൻ ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്, മലനാടുകളിലും ഇടനാടുകളിലും കാണുന്ന ഒക്യുപ്പേഷൻസിന് റെഡ് കളർ കൊടുക്കുക. ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ്, അതായത് ഗ്രീൻ കളർ എല്ലാ പ്രദേശത്തും കാണുന്ന ഒക്യുപ്പേഷൻസിന് ഗ്രീൻ കളർ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ കാറ്റിൽ ഫാമിംഗ് ആണ്, കന്നുകാലി വളർത്തൽ. അത് എല്ലാ പ്രദേശത്തും ഉണ്ടാവും അല്ലെ? ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ് ആണ്, അപ്പൊ ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. ഫിഷിംഗ് ഫ്രം ദ സീ, കടലിൽ നിന്നുള്ള മീൻപിടുത്തം അല്ലെ, അത് കോസ്റ്റൽ ഏരിയാസിൽ ഉണ്ടാവുന്നതല്ലേ? ബ്ലൂ കളർ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ്, വെജിറ്റബിൾ കൾട്ടിവേഷൻ ആണ്, പച്ചക്കറി കൃഷി കേട്ടോ. അതെന്താണ്? ഗ്രീൻ കളർ ആണ് അല്ലെ? ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ് ആണ്. കാർഡമം കൾട്ടിവേഷൻ ആണ് നെക്സ്റ്റ്, ഏലകൃഷി കേട്ടോ. അത് ഓൺലി ഇൻ ഹൈ റേഞ്ചസിലും മിഡ്ലാൻഡ്സിലും ഉള്ളതാണ്, അപ്പോൾ റെഡ് കളർ കൊടുക്കുക. കോഫി കൾട്ടിവേഷൻ, അതും റെഡ് കളറാണ്, ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ് കേട്ടോ. നെക്സ്റ്റ്, ട്രേഡ് കേട്ടോ. ട്രേഡ് എന്ന് പറഞ്ഞാൽ കച്ചവടം എല്ലാ സ്ഥലത്തും ഉണ്ടാവും അല്ലേ? ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ് ആണ്, അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുക. ഇനി അടുത്തത് റബ്ബർ കൾട്ടിവേഷൻ ആണ്, റബ്ബർ കൃഷിയാണ് കേട്ടോ. ഇത് ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ് ആണ്, റെഡ് കളർ കൊടുക്കുക. ടൈലറിംഗ് ആണ്, ടൈലറിംഗ് ഒക്കെ ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ് ആണ് അല്ലേ? ഗ്രീൻ കളർ കൊടുക്കുക കേട്ടോ. ഇതോടുകൂടി നമ്മളുടെ ഈ യൂണിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.